സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവമക്കളായിരിക്കുക എന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ചവർ എന്നൊരർത്ഥതലം കൊണ്ടാണ് ശ്ലീഹ എന്ന് പഠിപ്പിച്ചു തരുന്നത്. 1 യോഹന്നാൻ 3:7-10 വരെ. ക്രിസ്തുവിനെ പോലെ ദൈവമക്കളായിരിക്കുന്നു നമ്മൾ. അപ്രകാരമുള്ളവർക്ക് പാപം ചെയ്യാൻ സാധിക്കുകയില്ല. നോട്ട് ഏബിൾ ടു സിൻ. വളരെ സങ്കീർണമായൊരു പ്രശ്നമാണിത്. ജ്ഞാനസ്നാനത്തിൽ ദൈവമക്കളായി തീർന്ന നമ്മൾ വീണ്ടും പാപങ്ങളിൽ വീണു പോകാറില്ലേ? പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമ. യോഹന്നാൻ 8:34. നിത്യമായ നാശം ഉറപ്പിക്കാൻ പാപത്തിൻ്റെ വഴികൾക്ക് സാധിക്കും. പാപം ഒരു ബന്ധനമുളവാക്കുന്നു, നിത്യനാശവും. പാപം ചെയ്യാതിരിക്കാനാകില്ല. നോട്ട് പോസിബിൾ നോട്ട് ടു സിൻ എന്നൊരു അവസ്ഥയിൽ നിന്ന് പാപം ചെയ്യാനാകില്ല എന്നൊരു പൂർണ്ണതയിലേക്ക്, വിശുദ്ധിയുടെ തികവിലേക്കാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. ഇതിനിടയിൽ പാപം ചെയ്യാതിരിക്കാനാകും. പോസിബിൾ നോട്ട് ടു സിൻ എന്നൊരു ജീവിത വഴിയും നിർണയവും നമ്മെ കാത്തിരിപ്പുണ്ട്. നമ്മുടെ തിരഞ്ഞെടുപ്പുകളെ അത് രൂപപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ സാധ്യത തിന്മയുടെ മാരക ബന്ധനത്തിൽ നിന്നും, മരണത്തിൻ്റെ അവസാന വാക്കിൽ നിന്നും ദൈവം തൻ്റെ മക്കളെ വിടുവിക്കുകയാണ്. ദൈവം തന്നെ തൻ്റെ മക്കളുടെ ജീവിത പ്രമാണമാകുന്നു, സീഡ് ഓഫ് ലൈഫ്. അതിനാൽ തിന്മയിൽ അഭിരമിക്കുന്നൊരു ജീവിതശൈലി ക്രിസ്തീയ വിളിക്ക് അനുയോജ്യമല്ല. ദൈവത്തിൽ വസിക്കുന്നവൻ ഇങ്ങനെ വിശുദ്ധിയാൽ പൊതിയപ്പെട്ടവരാണ്. മറക്കരുത്, ദൈവമക്കൾ, ദൈവം നമ്മിൽ വസിക്കുന്നു. നിത്യജീവൻ്റെ ഉറപ്പാണിത്. ഈ ദിവസങ്ങളിലെല്ലാം എന്ന പോലെ ഇന്ന് സങ്കീർത്തനം 98 സാർവജനീയമായ ഈ രക്ഷയെ വിളംബരം ചെയ്യുന്നു. ഇന്ന് സ്നാപകൻ ഈ രക്ഷയുടെ നിധാനമായ പിതാതാവായ ക്രിസ്തുവിനെ, ദൈവകുഞ്ഞാടിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. യോഹന്നാൻ 1:35-42 വരെ. ആദ്യ ശിഷ്യന്മാർ അത് കേട്ട് അവനെ അനുഗമിക്കുന്നുണ്ട്. നാഥ, നീ എവിടെയാണ് വസിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട്. നാഥൻ അവരോട് പറയുന്നു, വന്ന് കാണുക എന്ന്. നാഥ, നീ വസിക്കുന്നിടം ഞാനല്ലയോ? ഞാൻ വസിക്കുന്നിടമോ നീയും?